ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തുവിട്ട് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. സംസ്ഥാനത്ത് ജാതി സർവേ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ സുപ്രധാന വാഗ്ദാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി എല്ലാ വിഭാഗങ്ങൾക്കും ഗുണങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ജാതി സെൻസസ് നടത്തും. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിൽ എല്ലാ സമുദായങ്ങൾക്കും പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് ഖാർഗെ വ്യക്തമാക്കിയത്. അതേസമയം ബിജെപിയെ സമ്മർദ്ദത്തിലാക്കുന്നതാണ് കോൺഗ്രസിന്റെ ഈ പ്രഖ്യാപനം. ജാതി സർവേ സംഘടിപ്പിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതേസമയം ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ താങ്ങുവിലയ്ക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുമെന്നും ഖാർഗെ ഉറപ്പു നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് 7 ഗ്യാരണ്ടികളാണ് ഹരിയാനയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയാൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ, ഭിന്നശേഷിക്കാർ എന്നിവർ അടങ്ങുന്നതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക. ഞങ്ങളുടെ 7 വാഗ്ദാനങ്ങൾ 7 സെക്ഷനുകളിലായി മാറ്റിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് എല്ലാ മാസവും 2000 രൂപ നൽകും. ഗ്യാസ് സിലിണ്ടറുകൾക്ക് 500 രൂപ എല്ലാ മാസവും നൽകുമെന്നും ഖാർഗെ അറിയിച്ചിരിക്കുകയാണ്. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വിധവകളും പഴയ പെൻഷൻ പദ്ധതി പ്രകാരം പെൻഷൻ നൽകും. അതുപോലെ പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കും. യുവാക്കൾക്ക് 2 ലക്ഷം സ്ഥിരം തൊഴിൽ നൽകുമെന്നും ഖാർഗെ പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് 6000 രൂപ വാർദ്ധക്യ പെൻഷനായും 6000 രൂപ അംഗവൈകല്യ പെൻഷനായും 6000 രൂപ വിധവാ പെൻഷനായും നൽകുമെന്നാണ് സാമൂഹ്യ സുരക്ഷാ വിഭാഗത്തിൽ വരുന്ന പ്രധാന പ്രഖ്യാപനങ്ങൾ. മയക്കുമരുന്ന് വിമുക്തമായ ഹരിയാന സാധ്യമാകുമെന്നാണ് യുവാക്കൾക്കുള്ള കോൺഗ്രസിന്റെ പ്രധാന പ്രഖ്യാപനം. ഹരിയാനയിലെ കുടുംബങ്ങളായി 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ്, 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി എന്നിവ നൽകും. പാവപ്പെട്ടവർക്ക് 100 യാർഡ് ഭൂമി, 3.5 ലക്ഷം വില വരുന്ന 2 മുറിയുള്ള വീടുകൾ നൽകും. കർഷകർക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള വിള ഇൻഷുറൻസ്, താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ എന്നിവയും ഉറപ്പാക്കും. പിന്നോക്ക വിഭാഗക്കാർക്ക് ക്രീമി ലെയർ ലിമിറ്റ് 10 ലക്ഷമായി ഉയർത്തും. ജാതി സർവേയും ഇവരെ ലക്ഷ്യമിട്ടുള്ളതാണ്. കോൺഗ്രസ് ആസ്ഥാനത്ത് വെച്ചായിരുന്നു പ്രഖ്യാപനങ്ങളല്ല. ഖാർഗെയ്ക്കൊപ്പം കെ.സി. വേണുഗോപാൽ, ഭൂപീന്ദർ ഹൂഡ, ഹരിയാന സംസ്ഥാന അധ്യക്ഷൻ ഉദയ് ബൻ എന്നിവരും ഉണ്ടായിരുന്നു. അതേസമയം ദേശീയ സെൻസസിന്റെ കാര്യത്തിൽ പ്രതികരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കഴിഞ്ഞ ദിവസം എത്തിയത് ശ്രദ്ധേയമായി. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സെൻസസിന്റെ കാര്യത്തിൽ ഉടൻ പ്രഖ്യാപനം ഉണ്ടാവുമെന്നും ഷാ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരുന്നു. ദീർഘകാലമായി കേന്ദ്ര സർക്കാർ സെൻസസിന്റെ കാര്യം പ്രഖ്യാപിക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. കോവിഡിനെ തുടർന്നാണ് സെൻസസ് പ്രഖ്യാപനം വൈകിയത്. 3ാം മോദി സർക്കാരിന്റെ 100 ദിവസത്തെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കാനായി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സെൻസസിനെ കുറിച്ച് അമിത് ഷാ പരാമർശിച്ചത്. സർക്കാരിന്റെ പല നയരൂപീകരണത്തിലും സെൻസസ് വൈകിയത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിരുന്നു. പഴയ സെൻസസ് ഡാറ്റ കാരണം പല പദ്ധതികളും വൈകുന്നുവെന്ന് പരാതികളുണ്ടായിരുന്നു. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കാൻ പോകുന്നത്. ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന്റെ അപ്ഡേഷനും സെൻസസിൽ ഉൾപ്പെടുത്തും.